ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ കൈപ്പ് വെറുതെയാണ്. വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഫിഫ റാങ്കിങ്ങിൽ 67-ാം സ്ഥാനത്തുള്ള ടീമാണ് കെയ്പ് വെറുതെ. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്താൻ ഈ ടീമിന് സാധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മത്സരത്തിന് വേണ്ടിയുള്ള അർജന്റീനയുടെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിബിൾ ലൈനപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് ഇപ്പോൾ 3 സംശയങ്ങൾ ഉണ്ട് എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ടാഗ്ലിയാഫിക്കോയെ കളിപ്പിക്കണോ അതല്ലെങ്കിൽ ഫക്കുണ്ടോ മെഡീനയെ കളിപ്പിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്കലോണിക്ക് സംശയങ്ങൾ ഉണ്ട്. മെഡീന തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ്. അതേസമയം ടാഗ്ലിയാഫിക്കോ ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ആരെ കളിപ്പിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനി സെന്റർ ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ഓട്ടമെന്റിയെ കളിപ്പിക്കണോ ക്രിസ്ത്യൻ റൊമേറോയെ കളിപ്പിക്കണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട്. റൊമേറോ പരിക്കിന്റെ പിടിയിലായിരുന്നു, അതിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കണോ എന്ന കാര്യത്തിലാണ് സ്കലോണിക്ക് സംശയങ്ങൾ ഉള്ളത്. ഓട്ടമെന്റിയെ കളിപ്പിക്കുമോ റൊമേറോയെ കളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. കൂടാതെ മെസ്സിക്കൊപ്പം സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഹൂലിയൻ ആൽവറസിനെ കളിപ്പിക്കണോ അതല്ലെങ്കിൽ ലൗട്ടറോ മാർട്ടിനസിനെ കളിപ്പിക്കണോ എന്ന കാര്യത്തിലും സംശയങ്ങൾ ഉണ്ട്. ലൗറ്ററോക്ക് ഇപ്പോൾ ഗോളടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂലിയനെ കളിപ്പിക്കണം എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അവിടെയും ഒരു സംശയം അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അർജന്റീനയുടെ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമി തന്നെയാണ്. സെന്റർ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ടാകും. കൂടാതെ അദ്ദേഹത്തോടൊപ്പം ഓട്ടമെന്റി ഉണ്ടാകുമോ റൊമേറോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലത് വിങ്ങിൽ നൊഹുവേൽ മൊളീന, ഇടത് വിങ്ങിൽ ഒന്നുകിൽ മെഡീന അതല്ലെങ്കിൽ ടാഗ്ലിയാഫിക്കോ എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ റോഡ്രിഗോ ഡി പോൾ, അലക്സിസ് മാക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, തിയാഗോ അൽമേഡ എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ മെസ്സി ഉണ്ടാകും. അദ്ദേഹത്തോടൊപ്പം ലൗറ്ററോയെ കളിപ്പിക്കണോ ഹൂലിയൻ ആൽവറസിനെ കളിപ്പിക്കണോ എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ തീരുമാനമാവേണ്ടത്. ഏതായാലും ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു 11 തന്നെ സ്കലോണി ഇറക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.